പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിട്ടാ. നമസ്കാരം. ഇന്ന് നമ്മൾ വീട്ടിൽ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു കോട്ടൺ തുണി എടുക്കുക. ഇപ്പോൾ എന്തായാലും ടിഷ്യൂ അല്ലെങ്കിൽ ഒരു നല്ലൊരു കോട്ടൺ വൈറ്റ് ക്ലോത്തോ ആണെങ്കിൽ അത് ഡ്രൈ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ നന്നായി ഒപ്പിയെടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഒപ്പിയെടുത്തു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലൈസർ വെച്ചിട്ട് ചെറിയ സ്ലൈസ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്കൊരു പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ വട്ടത്തിൽ നല്ല സ്ലൈസ് ആയിട്ട് കിട്ടിയിട്ട് അതിനെ ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. എന്നിട്ട് അതിനെ കവർ ചെയ്തിടുകയാണ്. വെള്ളം വറ്റി പോകാൻ വേണ്ടിയിട്ടാണ്, വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കാം കേട്ടോ, അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്ലൈസസിലെ വെള്ളമൊക്കെ ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ സ്റ്റവ് ഒന്നൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. ഭയങ്കര ചൂട് വേണ്ട വറക്കാൻ. എന്നിട്ട് നമുക്ക് ഓരോ സ്ലൈസസ് ആയിട്ടാണ്ട് ഇടുന്നത്, പപ്പടം വറക്കണ പോലെ ചെറിയ സ്ലൈസസ് ആയ കാരണം കൊണ്ട് പെട്ടെന്ന് ഇതാവും കേട്ടോ. നമ്മുടെ ചിപ്സ് ഒരുവിധം ഫ്രൈ ആയിട്ട് നമുക്ക് കോരി എടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് പിന്നെ നമ്മളൊരു ടിഷ്യൂ ഇട്ടിട്ടുള്ളൊരു പ്ലേറ്റിലേക്ക് മാറ്റണം ആ എണ്ണ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത ബാച്ച് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പൊട്ടറ്റോ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ചിപ്സ് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ലേസൊക്കെ മേടിക്കാൻ കിട്ടുമ്പോൾ എന്താ ചെയ്യുക, അവർ ഓരോ ഫ്ലേവർ അതിൽ ചേർക്കും. ഇപ്പോൾ ബേസിക്കലി നമ്മൾ എന്തായാലും ഉപ്പ് ചേർക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് അതിൽ കുടയുക, ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, വേറെ അതിൽ കുറച്ച് കുരുമുളക് പൊടി വെതറുകയാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റൻറ്റ് പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിട്ടാണ്. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ഈ പാക്കറ്റിലാക്കി കിട്ടുന്ന സാധനങ്ങളൊന്നും മേടിച്ച് വെറുതെ കാശ് കളയണ്ട. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ലേ ഈ പൊട്ടറ്റോ ചിപ്സ് എന്ന് പറയുന്ന സാധനം. അത് വീട്ടിലുണ്ടാക്കി കൊടുക്കുക, അധികം കേടില്ലല്ലോ ഈ സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. മറ്റേതിൽ എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്കറിയില്ല. ഇത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഒന്നും ഇരിക്കില്ല, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിക്കാൻ നോക്കുക, ആ ഒരു ക്രിസ്പിനെസ് വേണമെങ്കിൽ. Right? This is potato chips. Yeah. Crispy? Yummy. Really? Yeah. You want ketchup also? No. Without ketchup. It's crispy also, right? Yeah. Show me one. Pepper. Okay. Have a bite.